സംസാരിക്കാൻ കഴിയുന്നതിൽ എനിക്ക് വളരെ അതിയായ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, വേഗത്തിൽ പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് വന്നാട്ടെ. അതിനകത്തുള്ള ആശയത്തെ വേഗത്തിൽ ഒന്ന് എടുത്താട്ടെ. പത്രോസിലേക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വചനത്താൽ നിങ്ങൾ ജനിച്ചിരിക്കുന്നു. ഉറക്കെ പറ, വചനത്താൽ നിങ്ങൾ ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ ജീവിതം തുടർന്നു പോകുന്നത് വചനം കൊണ്ട് മാത്രമാണ്. എത്ര പേര് കേൾക്കുന്നു? ഹല്ലേലൂയ. വചനത്താൽ ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ജീവിതം തുടർന്നു പോകുന്നത് വചനം പറയുന്നത് പോലെയാണ്. വചനത്തിൽ പറയുന്നതായി ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ വചനത്താൽ ജനിച്ചവരാണ്. ഒരു 2 പേർക്കൊന്ന് കരം കൊടുത്തൊന്ന് പറഞ്ഞു ഹല്ലേലൂയ. വചനത്തിൽ പറയുന്നതാണ് ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ വചനത്തിൽ ജനിച്ചവരാണ്. അയൽവക്കംകാർ പറഞ്ഞതല്ല നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. നാട്ടുകാർ പറഞ്ഞതല്ല നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. പഠിപ്പിക്കുന്ന മാഷ് പറഞ്ഞതല്ല നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അസൂയ കണ്ണുള്ളവർ കണ്ണ് കൂർപ്പിച്ച് പറഞ്ഞതല്ല ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. വചനത്താൽ ജനിച്ചവന് വചനം പറഞ്ഞതാണ് സംഭവിക്കാൻ പോകുന്നത്. വചനത്താൽ ജനിച്ചവർക്ക് വചനം പറഞ്ഞതാണ് സംഭവിക്കാൻ പോകുന്നത്. എല്ലാത്തിനെയും നിങ്ങൾ ഇനി അഭിമുഖീകരിക്കുന്നത് വചനം കൊണ്ടാണ്. കാരണം നിങ്ങൾ വചനത്താൽ ജനിച്ചവരാണ്. ഹല്ലേലൂയ. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ജഡമെടുത്ത് നിങ്ങളുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങളുടെ ഇടയിൽ പാർത്തു. യേശുവാണ് വചനം. യേശു ഉള്ളിൽ വന്നപ്പോഴാണ് നിങ്ങൾ വചനത്താൽ ജനിച്ചത്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിച്ചിട്ട് ഈ ജീവിതത്തിൻ്റെ അമിത പ്രാധാന്യം ഒന്ന് വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ. ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് നിങ്ങളിൽ പരിവർത്തിച്ച് ഈ പുതിയ ജീവിതം തുടങ്ങിയത്? 23-ാമത്തെ വാക്യം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കും. ജനനത്തിൽ എപ്പോഴും 2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ജനനം പറയുമ്പം വീണ്ടും ജനനമാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. ജനനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു സ്ത്രീ സ്വീകരിക്കുകയാണ് ബീജത്തെ. ആ സ്ത്രീ ബീജത്തെ സ്വീകരിക്കുമ്പോഴാണ് അവളിൽ ജനനം നടക്കുന്നത്. നിങ്ങൾക്കതറിയാം. അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ഇത് തന്നെയാണ്. യേശുവിനെ സ്വീകരിക്കുകയാണ് നിങ്ങൾ. അവിടെയാണ് വീണ്ടും ജനനം സംഭവിക്കുന്നത്. ആ സ്വീകരിക്കുക എന്നുള്ളതിന് യോഹന്നാൻ വിശദീകരിക്കുമ്പോൾ പറയുന്ന പദം ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. അവനെ കൈക്കൊണ്ടു. ഒരു സ്ത്രീ ബീജത്തെ സ്വീകരിച്ചപ്പോഴാണ് അത് അണ്ഡവുമായി ചേർന്ന് ക്രോമോസോമുകളൊക്കെ ഉള്ളതായി നാം അറിയുന്ന ജനനത്തിലേക്ക് പോകുന്നത്. ഒന്നുള്ളതും ഒന്ന് വരേണ്ടിയതുമാണ്. ഒന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് നമ്മുടെ ഉള്ളിൽ. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെട്ട വേറൊന്ന് വരുമ്പോഴാണ് ജനനം സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്നത്. ആത്മാവായ ദൈവത്തെ നമ്മുടെ ആത്മാവിലേക്ക് നാം സ്വീകരിക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ആത്മാവുള്ള നാം നമ്മുടെ ആത്മാവിലേക്ക് ആത്മാവായ ദൈവത്തെ സ്വീകരിക്കുകയാണ്. ആ സ്വീകരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവത്തിൽ നിന്നുള്ള ജനനം സംഭവിക്കുന്നത്. ഒരുപക്ഷെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യം പറഞ്ഞ് ഞാൻ ഈ പറയുന്ന വാക്യം കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. ആ വാക്യം അറിയാലോ. അടുത്തത് അറിയാമോ? അവർ ഇങ്ങനെ കൈക്കൊണ്ടവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല. എത്രാം വാക്യമുള്ളത്? 13. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ എടുക്ക്. വേണേ അങ്ങോട്ട് എടുക്ക. ബൈബിൾ എടുത്തോളാം വേണമെങ്കിൽ. 1-ന്റെ 13-ാമത്തെ വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ 12-ാമത്തെ വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് കൈക്കൊണ്ടു അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. എന്നിട്ട് പറയാ, അന്നേരം എന്നാ സംഭവിച്ചത്? അവർ രക്തത്തിൽ നിന്നല്ല. ആരെ കൈക്കൊണ്ടവർ? ആരെ കൈക്കൊണ്ടവർ? ബീജത്തെ സ്വീകരിച്ചവർ. ഹല്ലേലൂയ. അവർക്ക് സംഭവിച്ചത് എന്താണ്? അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. കണ്ടോ. അവരിലേക്ക് ദൈവമാണ് വന്നത്.
വചനമായി തീർന്ന ദൈവമാണ് അവരിലേക്ക് വന്നത്. വചനമായി തീർന്ന ദൈവത്തെയാണ് അവർ സ്വീകരിച്ചത്. എന്നിട്ട് യോഹന്നാൻ പറയുക, അവർ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഒന്ന് പറഞ്ഞേ, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ബോൺ ഓഫ് ഗോഡ്, ബോൺ ഫ്രം ദി ലൈഫ് ഓഫ് ഗോഡ്. യേശുവിൻ്റെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് ജനിച്ചവർ, ദൈവത്തിൻ്റെ ജീവനാൽ ജനിച്ചവർ, യേശുവിൻ്റെ ജീവനെയും കൊണ്ട് ജനിച്ചവർ. ആശയത്തിൽ ഒന്ന് തന്നെയാണെങ്കിലും അതിന് അർത്ഥവ്യാപ്തി വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ അർത്ഥവ്യാപ്തിക്ക് വേണ്ടി ആ 3 പദങ്ങൾ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം നിങ്ങളിൽ സംഭവിച്ചത് എന്താണ്? വചനമാകുന്ന യേശുവിനെ ബീജമായി, കുറച്ചുകൂടി ഇനി ആ ആശയത്തിൽ പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാകും. പത്രോസ് ലീഗ എഴുതിയ ലേഖനത്തിൻ്റെ ആശയത്തിൽ പറഞ്ഞാൽ അത് കൂടുതൽ മനസ്സിലാകും. 23-ാമത്തെ വാക്യത്തിൽ, കെടുന്ന ബീജത്താലല്ല കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? വചനമായി തീർന്ന ബീജമായ യേശുവിനെ നിങ്ങളുടെ ആത്മാവിലേക്ക് നിങ്ങൾ സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ ആത്മാവിൽ, ഞാൻ പറഞ്ഞല്ലോ, ജനനത്തിൽ ഒന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ഒന്ന് വന്നു ചേരുന്നതുമാണ്. ഇത് തന്നെയാണ് സംഭവിച്ചത്. നിങ്ങളുടെ ആത്മാവ് നിങ്ങളിൽ ഉള്ളതാണ്. നിങ്ങളുടെ ആത്മാവിലേക്ക് ആത്മാവായ ദൈവമാണ് വന്നത്. ഹല്ലേലൂയ. ആത്മാവിലേക്ക് ആത്മാവായ ദൈവത്തെ സ്വീകരിച്ചപ്പോഴാണ് ജനനം നടന്നത്. ആ ജനനം വചനത്താൽ ഉളവായ ജനനമാണ്. അതാ ഇവിടെ പറയുന്നത്. കെടാത്തതും കെടുന്ന ബീജത്താലല്ല. ഈ കെടുന്ന ബീജത്താലല്ല, ഇവിടെ ബീജം എന്ന് പരിചയപ്പെടുന്ന അക്ഷരാർത്ഥത്തിൽ യേശുവിനെ തന്നെയാണ്, വചനമായി തീർന്ന യേശുവിനെ തന്നെയാണ്. യേശുവിനെ വിശ്വസിക്കുന്ന കാര്യം അവിടെ പറയുന്നത്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ കണ്ടോ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പുതിയ ജീവൻ വന്നേ. ഇതിനകത്തുള്ളതാണ്, ഈ ബീജത്തിനകത്തുള്ളതാണ് ഈ ജീവൻ. നിങ്ങൾ സ്വീകരിച്ചത് ഈ ബീജത്തെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജീവനുള്ളേ. ആ വന്ന ജീവനാണ് യേശുവിന്റെ ജീവൻ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. മനുഷ്യരുടെ വെളിച്ചം എന്നവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന ആത്മാവാ. മനുഷ്യനിൽ ഉണ്ടായിരുന്ന വിളക്ക്, മനുഷ്യൻ്റെ വിളക്കെന്ന് പറയുന്ന അവനിലെ ആത്മാവാ. ആത്മാവുള്ള മനുഷ്യൻ ആത്മാവായ ദൈവത്തെ തൻ്റെ ആത്മാവിൽ സ്വീകരിച്ചപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, വചനത്താൽ ജനിച്ചിരിക്കുന്നു. അത് ഒന്നുകൂടെ വായിച്ചോ. കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ. യേശുവിനെ പരിചയപ്പെടുന്നത്. കെടുന്ന ബീജം അല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ. 4 യേശുവിന്റെ പ്രത്യേകതയാണ്. കെടാത്തത്, പിന്നെ ജീവനുള്ളത്, നിലനിൽക്കുന്നത് ദൈവവചനത്താൽ തന്നെ. ഇത് കർത്താവിന്റെ പ്രത്യേകതയാണ്. ഒന്നുകൂടെ വേണമെന്ന് വായിച്ചോ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. ഈ 3 കാര്യം യേശുവിലാണ് സംഭവിച്ചത്. യേശുവാണിത്. ജീവനുള്ളത് യേശുവിലാണ്, നിലനിൽക്കുന്നവൻ യേശുവാണ്. ഹലോ, ജീവനുള്ളത് യേശുവിലാണ്, നിലനിൽക്കുന്നത് യേശുവാണ്. അത് തന്നെ ഇവിടെ 2-ാം ഭാഗത്ത് വരുമ്പോഴും പറയുന്നത്. നിലനിൽക്കുന്നതും ജീവനുള്ളതും കെടാത്തതും, അല്ലെ, കെടാത്തതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. എന്നോട് ചേർന്ന് പറഞ്ഞു, വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ജനിച്ചിരിക്കുന്നു. വചനം ജഡമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിനെ പരീക്ഷിക്കാൻ വന്ന സാത്താനോട് ഈശോ പറഞ്ഞ പദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇത് അറിയെങ്കിൽ പറഞ്ഞു, വേഗം പറഞ്ഞു. ഗാനാപ്പീന കൊണ്ട് ജീവിക്കുന്ന അല്ല മോനെ, ഇത് വേറെ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും. പറഞ്ഞേ ഇത് വചനത്താൽ ജനിച്ചതാ. അതുകൊണ്ട് ഇത് തുടരുന്നത് വചനത്തിലാണ്. ഒന്ന് സ്വീകരിച്ചോ അത്. ഹല്ലേലൂയ. കരമടിച്ചൊന്നതിനെ ഒന്ന് വേണമെങ്കിൽ ഏറ്റെടുത്തോ. അതിനോടൊന്ന് പ്രതികരിച്ചോ. ഒന്ന് പ്രതികരിച്ചോ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഈ ജീവിതത്തിൽ വചനം പറഞ്ഞതേ സംഭവിക്കുകയുള്ളൂ. കർത്താവ് താഴെ വായിക്കുന്നു. സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗി എല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. 24. 1 പത്രോസ് 1:24. സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. അടുത്തത്, പുല്ല് വാടി പൂ ഉതിർന്നു പോയി, കർത്താവിന്റെ വചനമോ
കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. എന്നേക്കും നിലനിൽക്കുന്നു. ഒന്ന് പറഞ്ഞു, അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. നിങ്ങളോട് പ്രസംഗിച്ച വചനം. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. പുല്ലുവാടും, പൂ ഉതിർന്നു പോകും, പക്ഷെ വചനം നിലനിൽക്കും. എന്നേക്കും നിലനിൽക്കുന്നു. വചനത്തിൽ ജനിച്ചവനും നിലനിൽക്കും. നിന്നെ ഉണക്കാൻ ഇതിനൊന്നിനും കഴിയുകയില്ല. നിങ്ങളെ തളർത്തുവാൻ ഇതിനൊന്നിനും കഴിയുകയില്ല. ഒരു സൂര്യതാപവും നിങ്ങളെ ബാധിക്കയില്ല. ഒരു ചൂടും നിങ്ങളെ ബാധിക്കയില്ല. ഓസോൺ ലെയർ പൊട്ടുമ്പോഴും നിങ്ങൾ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. കാരണം ഇതിനൊന്നും നിങ്ങളെ ഉണക്കാൻ കഴിയുകയില്ല. നിങ്ങൾ വചനത്താൽ ജനിച്ചവരാണ്. ആ വചനത്തിന്റെ പ്രത്യേകത അത് എന്നേക്കും നിലനിൽക്കും. ഇന്ന് കടന്നു പോകുന്ന സകല വിഷയങ്ങളെ നോക്കി അഭിമുഖീകരിച്ച് തൻ്റെ ഇടത്തോടെ നെഞ്ചു നെറ്റിയും വിരിച്ചോണ്ടെന്ന് ഉറക്കെ പറഞ്ഞ് എന്നേക്കും നിലനിൽക്കുന്ന വചനത്താൽ ജനിച്ചവനാ ഞാൻ. ഒന്ന് പറഞ്ഞു എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. എന്നേക്കും. കേൾക്കണേ എന്നെ കേൾക്കുന്ന നിങ്ങളിത് കേൾക്കാതെ പോകരുതേ കേട്ടോ. എന്നേക്കും നിലനിൽക്കുന്ന വചനത്താൽ ജനിച്ചവരാ കേട്ടോ. ആമേൻ. ആര് തീർക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ തീരത്തില്ല. കാരണം തീരാത്ത വചനത്താൽ ജനിച്ചവരാ നിങ്ങൾ. നിലനിൽക്കുന്ന വചനത്താൽ ജനിച്ചവരാ നിങ്ങൾ. ഉതിർന്നു പോകാൻ നിങ്ങൾ പൂവല്ല, വാടിപ്പോകാൻ നിങ്ങൾ പുല്ലല്ല. നിങ്ങൾ വചനത്താൽ ജനിച്ചവരാണ്. ഓ, എത്ര വചനത്താൽ ജനിച്ചവർ ഇവിടെ ഉണ്ട്. അവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വചനത്താൽ ജനിച്ചവരാണ്. ഓ, ആമേൻ. ഹല്ലേലൂയ. ഉതിർന്നു പോകാൻ സമ്മതിക്കയില്ല. ഒന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചോ. ദൈവ വചനത്താൽ ജനിച്ചവരാ നിങ്ങളെങ്കിൽ ഉതിർന്നു പോകാൻ സമ്മതിക്കയില്ല. അടുത്തിരിക്കുന്ന ആളുടെ കരം കൊടുത്ത് പറഞ്ഞു, വാടിപ്പോകാൻ ഇടവരികയില്ല. കാരണം നിങ്ങളെ ജനിപ്പിച്ച വചനം ഈ ആഴ്ച വന്ന് അടുത്ത ആഴ്ച പോകുന്നതല്ല. 2015 മാർച്ച് മാസത്തിൽ തീരുന്നതല്ല. 2016 തീരുന്നതല്ല. എന്നേക്കും ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയേക്കാം, എന്നാലും എന്റെ വചനം അതിനൊരു മാറ്റം സംഭവിക്കുകയില്ല. ആ വചനത്താൽ ജനിച്ചവരാ നിങ്ങൾ. ഒന്ന് പറഞ്ഞു, ആ വചനത്താൽ ഈ ഉറപ്പോടെ ആ വീട്ടിലൊന്ന് എഴുന്നേറ്റേ. ഈ ഉറപ്പോടെ ആ വീട്ടിലൊന്ന് എഴുന്നേറ്റേ. ഈ ഉറപ്പോടെ ആ വീട്ടിലൊന്ന് എഴുന്നേറ്റേ. ഈ ഉറപ്പോടെ ആ തൻ്റെ ഇടത്തോടെ ഒന്ന് നിന്നേ. ഈ ഉറപ്പോടെ ഒന്ന് നിന്നേ. നെഞ്ചും നെറ്റിയും വിരിച്ചൊന്ന് ഉറച്ചു പറഞ്ഞേ. ഹല്ലേലൂയ. എന്നേക്കും നിലനിൽക്കുന്ന. അയ്യോ, ചുമ്മാ എഴുന്നേറ്റ് നിൽക്കാനല്ല പറഞ്ഞേ. ധൈര്യമായിട്ട് ഇതൊന്ന് ഉറച്ചു പറഞ്ഞേ. ഇന്ന് കടന്നു പോകുന്ന ഒരു പരിശോധന ഉണ്ടെങ്കിൽ ആ പരിശോധനയെ നോക്കിയിട്ട് ഉറക്കെ പറ, ഇത് കഴിഞ്ഞ് ഞാൻ ഉണ്ടെന്ന് പറ. ഇത് കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ വന്നേ. ഒന്ന് ഉറക്കെ പറഞ്ഞേ. എന്നേക്കും നിലനിൽക്കുന്ന. ചൂടില്ലല്ലോ ഇത്. എന്നേക്കും നിലനിൽക്കുന്ന വചനത്താൽ ജനിച്ചവനാ ഞാൻ. ആമേൻ. ഒരു സംശയം വേണ്ട. ഈ പ്രതികൂലം കഴിഞ്ഞും നിങ്ങളുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ബൗജ ഓർക്കുന്നില്ലേ, ക്യാൻസർ വന്ന് പുള്ളിക്കാരി ബൗജാന്റെ ഭാര്യ പ്രിയതമ, പ്രിയപ്പെട്ടവള് KPS മേനോൻ ഹാളിൽ മീറ്റിംഗ് നടക്കുമ്പോൾ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ട്, ഞാൻ ഇന്നും ആ ചിത്രം ഓർക്കുന്നുണ്ട്. ഈ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദുഃഖാർത്ഥനായി, നിരാശയിൽ നിബദിച്ചവനായി അന്നവിടെ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു വന്നപ്പം വന്നു കയറിയ ജീവനാ ഈ വചനത്തിന്റെ ജീവൻ. ഈ നിത്യമായ ഈ ജീവൻ കിട്ടിയത് KPS മേനോൻ ഹാളിൽ വെച്ച് ലോകം മുഴുവൻ ഉപേക്ഷിച്ച സമയത്ത് ബ്രദറിൻ്റെ ഇതുപോലെ നമ്മൾ കൂടുന്ന പോലെ ഒരു പ്രേരണ വന്നു കൂടി. അവിടെ വെച്ച് എൻ്റെ വൈഫിന് രോഗസൗഖ്യം യേശു അവിടെ കൊടുത്തു. അന്നു മുതൽ ജീവൻ ഏത് എന്ന് കണ്ടെത്തി അതിന് പുറകെ ഞാൻ പരകമായി. ഈ ജീവനിൽ നിലനിൽക്കുന്നവനാ ഞാൻ. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഇന്ന് എന്തെല്ലാം മാറിയാലും വചനം നിലനിൽക്കും. ഹല്ലേലൂയ. വചനത്തിന് ഒരു മാറ്റവും ഇല്ല. ആമേൻ. സാഹചര്യങ്ങൾ മാറിയേക്കാം,
ഹല്ലേലൂയ. പക്ഷെ വീണ്ടും ജനിച്ച നിങ്ങൾ ഓർക്കുക, നിങ്ങൾ വചനത്തിൽ ജനിച്ചവരാണ്. കമോൺ കമോൺ, വീണ്ടും ജനിച്ച നിങ്ങൾ ഓർക്കുക, നിങ്ങൾ വചനത്തിൽ ജനിച്ചവരാണ്. അത് എന്നേക്കും നിലനിൽക്കും. ഉറച്ചു പറഞ്ഞ എന്നേക്കും നിലനിൽക്കും. എഴുന്നേറ്റ് നിൽക്കുന്നവരെ മുഷ്ടി ചുരുട്ടി ഉറക്കെ പറ, ഞാനും എന്നേക്കും നിലനിൽക്കും. ഇതിനൊന്നിനും എന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇത് കഴിഞ്ഞും ഞാനുണ്ട്. ഇത് കഴിഞ്ഞും ഞാനുണ്ട്. വായി തുറന്നു പറഞ്ഞു, ഇത് കഴിഞ്ഞും ഞാനുണ്ട്. ഹല്ലേലൂയ. ഈ പ്രതിസന്ധി കഴിഞ്ഞും ഞാനുണ്ട്. ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞും ഞാനുണ്ട്. ഇരിക്കും, ഞാൻ ഇച്ചിരൂടെ സംസാരിച്ചിട്ട് നമുക്ക് പിന്നെ ഈ വചനത്തിന് മുമ്പിൽ പിന്നെ നമുക്ക് എഴുന്നേക്കണം. ഇത് നിങ്ങൾ വലിയ ബലമായിട്ട് മാറണം. നിങ്ങളുടെ വീടുകളിൽ ഇത് പറയാൻ തുടങ്ങണം, ഞാൻ വചനത്താൽ ജനിച്ചവനാ. ഈ ആഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഇത് പോയി പറയണം. അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ കുറ്റമല്ല പറയണ്ടേ. എടി മറിയാമ്മേ, നീ വചനത്താൽ ജനിച്ചവളാടി. എടി ചിന്നമ്മേ, നീ വചനത്താൽ ജനിച്ചവളാടി. തകരരുത് കുഞ്ഞെ, തളരരുത് മോളെ എന്ന് പറഞ്ഞ് അന്യോന്യം ആശ്വസിപ്പിക്കണം. ഒക്കെങ്കിൽ അച്ഛനോടും കൂടെ പറയണം, അച്ഛാ വചനത്താൽ ജനിച്ചതാ അച്ഛാ, തളരാൻ സമ്മതിക്കത്തില്ല കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കേട്ട ഈ സൽവാർത്ത നിങ്ങളായിരിക്കുന്നിടത്ത് മുഴുവൻ പോയി പറയണം. ഒത്തിരി പേരോട് പറയണം, നിങ്ങൾ വചനത്താൽ ജനിച്ചവരാണ്. ഒരാശ്വാസപ്രദനാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. നിങ്ങൾക്കറിയില്ല, പുറമേ ചിരിക്കുന്നവരുടെ എല്ലാ ഉള്ളിൻ്റെ ഉള്ളറയിൽ നിരാശ നിറഞ്ഞ ജീവിതമുണ്ട്. ഒരുപക്ഷെ നിങ്ങളോട് പറയാൻ അവർ മടിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അവരോട് ഇത് പറയാം, എൻ്റെ കുഞ്ഞെ വചനത്താൽ ജനിച്ചവനാ നീ തളർന്നു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ആ ഒരൊറ്റ വാക്ക് മതി ബലപ്പെടുത്താൻ, ആ ഒരൊറ്റ വാക്ക് മതി ഒരു സൗഖ്യത്തിന്, ആ ഒരൊറ്റ വാക്ക് മതി ഒരു ജീവൻ. ഒന്ന് സ്വീകരിച്ചോ ആ ജീവനെ ഇപ്പോൾ തന്നെ, കരമടിച്ചോ, നേറ്റെടുത്തോ. യേശുവേ നന്ദി എന്ന് പറഞ്ഞു, കർത്താവിന് മഹത്വം കൊടുത്തു. വചനത്താൽ ജനിച്ചവൻ വചനം കൊണ്ടാ ജീവിക്കുന്നേ. എന്റെ ഭാവി വചനത്തിൽ എഴുതി വെച്ചതാണ്. അങ്ങനെ പറയാൻ എത്ര പേർക്ക് തയ്യാറാണ്ട്? ഹല്ലേലൂയ. എൻ്റെ മകളുടെ ഭാവി അയൽവക്കംകാരല്ല തീരുമാനിക്കുന്നേ, അവളുടെ കൂടെ പഠിച്ചവരല്ല തീരുമാനിക്കുന്നേ, അവളെക്കുറിച്ച് സാറുമാർ പറഞ്ഞ കമൻ്റ് അല്ല സംഭവിക്കാൻ പോകുന്നേ. ഹല്ലേലൂയ. വചനത്തിൽ എന്തു പറഞ്ഞോ അതാ സംഭവിക്കാൻ പോകുന്നേ. കാരണം എൻ്റെ മകൾ വചനത്താൽ ജനിച്ചവളാണ്, വചനം കൊണ്ട് ജനിച്ചവനാണ്. ഓ ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേക്കാം നിങ്ങൾ ബുദ്ധിമുട്ടിലാകും, പക്ഷെ വചനം നിങ്ങളോട് പറയും നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി യേശു ക്രിസ്തുവിൽ തീർത്തു തന്നിരിക്കുന്നു. സ്വീകരിച്ചോ അത്. കീശയിലെ കാശി ചിലപ്പം പറഞ്ഞേക്കാം വലിയ ടൈറ്റാണ്, ബാങ്ക് അക്കൗണ്ടും മരവിച്ച പോലെ ഇരിക്കുകയായിരിക്കാം, തണുപ്പ് പിടിച്ച ഐസ് ഉറഞ്ഞ പോലെ ഇരിക്കുകയായിരിക്കാം, പാസ്ബുക്ക് കണ്ടിട്ട് നാളുകളായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, അതല്ല വചനം പറഞ്ഞ സത്യം. നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും. അവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ സമ്പന്നരാകാനാണ്. മതി എന്ന് പറയുവോളം ഒന്ന് വിശ്വാസത്താൽ സ്വീകരിച്ച് അതിനെ മതി എന്ന്. ഈ പ്രഭാതത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല വീടുകളിൽ വചനത്തിന്റെ ജീവൻ വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു, വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്വീകരിക്കുക, സ്വീകരിക്കുക, സ്വീകരിക്കുക. യേശുവേ എന്ന് വിളിച്ച് സ്വീകരിക്കുക. ആ വചനത്തിന്റെ ജീവനെ ഇപ്പോൾ തന്നെ സ്വീകരിച്ചു. ഓരോ കുടുംബങ്ങളും സ്വീകരിച്ചു, ഓരോ വ്യക്തികളും സ്വീകരിച്ചു. പരിശുദ്ധ ആത്മാവേ എന്ന് വിളിച്ച് സ്വീകരിച്ചു, പരിശുദ്ധിയുടെ ആത്മാവേ എന്ന് വിളിച്ച് സ്വീകരിച്ചു. ആ സമൃദ്ധമായ ജീവൻ. ഹല്ലേലൂയ. വചനം ജഡമെടുത്തതാണ് നിങ്ങൾ, വചനം ജഡമെടുത്തതാണ് നിങ്ങൾ, വചനത്താൽ ജനിച്ച നിങ്ങളാണ് നിങ്ങൾ. ഓ ഹല്ലേലൂയ. വചനത്താൽ ജനിച്ചവനാണ് ഞാൻ. പറയുക, വചനത്താൽ. ഉറക്കെ പറ, വചനത്താൽ ജനിച്ചവനാണ് ഞാൻ. വാടിമാരിയേ വാ, നമുക്കൊന്ന് പറയാം. ഞങ്ങൾ രണ്ടുപേരോട് നിങ്ങളോട് പറയാം, വചനത്താൽ ജനിച്ചവനാണ് ഞാൻ. ഉറക്കെ പറ, വചനത്താൽ ജനിച്ചവനാണ് ഞാൻ. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേടി? ഉറക്കെ പറ, വചനത്താൽ ജനിച്ചവനാണ് ഞാൻ, വചനത്താൽ ജനിച്ചവരാണ് ഞാൻ. ഹല്ലേലൂയ. വചനം എന്നോട് പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല. പിന്നെ എന്തിനാ ഞാൻ മന്ത്രവാദിയെ പേടിച്ച് നടക്കുന്നത്? പിന്നെ എന്തിനാ അവരെനിക്ക് അത് ചെയ്യും ഇവരെനിക്ക് ഇത് ചെയ്യുമെന്ന് ഞാൻ പേടിച്ച് നടക്കുന്നത്? എന്റെ വചനം ജനിപ്പിച്ച വചനം എന്നോട് പറയുന്നു, പാമ്പുകളെയും തേളുകളെയും
സകലങ്ങളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ യേശു അധികാരം തന്നത് ഒരിടത്തും തോൽക്കുവാനല്ല, ഈ വചനത്തിന് എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിന്റെ വചന മുഖാന്തരം സകലയിടത്തും ഞാൻ പോകുന്ന ഏത് സ്ഥലങ്ങളിലും, ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളിലും, ഞാൻ എവിടൊക്കെ പോയാലും, ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും യേശുവിന്റെ വചനം നിലനിൽക്കുന്നിടത്തോളം അതെന്നെ ജയാളിയായി അതെന്നെ പൂർണ്ണ ജയാളിയാക്കും. നിങ്ങൾ ആ വചനത്താൽ ജനിച്ചവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പൂ ഉണങ്ങിപ്പോകും, ഹല്ലേലൂയ. പൂ ഉതിർന്നു പോകും, സകല ജഡവും പോകും, സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലിന്റെ പൂ പോലെയാകുന്നു. പുല്ല് വാടും, പൂ ഉതിർന്നു പോയി. എല്ലാ ജഡവും ഇത്രയേ ഉള്ളൂ. എന്നാൽ കർത്താവിന്റെ വചനമോ, കർത്താവിന്റെ വചനത്താൽ ജനിച്ചവൻ എന്നേക്കും നിലനിൽക്കുന്നു. വചനം കൊണ്ട് ജീവിക്കുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നു. വചനത്തിൽ ജീവിക്കുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നു. പാറയിൽ വേരൂന്നിയവൻ, ആമേൻ. പാറമേൽ വീട് പണിതവൻ. ഹല്ലേലൂയ. അവൻ കാറ്റ് വരുമ്പോ പോകത്തില്ല. ആമേൻ. ഇന്ന് ആ കാറ്റിനെ ഒന്ന് ആസ്വദിക്കാൻ തുടങ്ങിക്കേ. ഹല്ലേലൂയ. ഓ, ഈ മഴയെ ഒന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കേ. ആമേൻ. ഈ പ്രതിസന്ധിയായി കാണുന്ന മഴയെ നോക്കിയിട്ട് പറ, കൃഷി ഇറക്കാനുള്ള സമയമായി എന്ന് പറ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും മഴയെ നെഗറ്റീവായി കാണുമ്പോൾ നിങ്ങൾ പോസിറ്റീവായി കാണുക. എല്ലാവരും പറയും അയ്യോ ഭയങ്കര മഴയാ, നിങ്ങൾ പറയണ ഇത് കൃഷി ഇറക്കാനുള്ള അവസരമാണ്. ഇത് കൃഷി ഇറക്കാനുള്ള അവസരമാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് കപ്പത്തണ്ട് കുഴിച്ചിടാനുള്ള സമയമാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് വിത്ത് പാകാനുള്ള സമയമാണ്. അയ്യോ എന്നെ തകർക്കുന്ന പേമാരി വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം എൻ്റെ വയലിൽ കൃഷി ഇറക്കാനുള്ള സമയമായി. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തോ. കൃഷി ഇറക്കാനുള്ള സമയമായി. ഇല്ല, ഇന്ന് ആരോടൊക്കെയോ കർത്താവ് വ്യക്തിപരമായിട്ട് ഇത് പറയുന്നു. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പരിശോധന, പ്രശ്നങ്ങൾ നിങ്ങളെ തകർക്കാനല്ല, അടുത്ത കൃഷി, അടുത്ത കൊയ്ത്ത്, അടുത്ത ഇടങ്ങളിലേക്കുള്ള മൂവിംഗ് ആണ്. ഹല്ലേലൂയ. നിങ്ങൾ കാണാത്ത ചില വഴികൾ, നിങ്ങൾ അറിയാത്ത ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കായി ഒരുക്കപ്പെടുകയാണ്. അതിനെ പോസിറ്റീവായി കാണുക. നിങ്ങളെ കുറ്റം പറഞ്ഞ് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വിട്ടുപോകുന്നെങ്കിൽ ഓർക്കുക, അത് പുതിയവർക്ക് വന്ന് നിറയുവാനുള്ള അവസരമാണ്. ഒരു കസേര ഒഴിയുന്നെങ്കിൽ ഓർക്കുക, ആ കസേരയിൽ ഇരിക്കാനുള്ള 1000 ലൈനിലുണ്ട്. അവര് പുറത്ത് വരിക തന്നെ ചെയ്യൂ. ഒന്ന് സ്വീകരിച്ചോ. ഹല്ലേലൂയ. ആരൊക്കെയോ കാറ്റിനെ ആസ്വദിക്കുകയാണ്. എല്ലാവരും അയ്യോ ഇത് ഭയങ്കര കാറ്റാ ബ്രദർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം, എന്തിനാ ഇത്രയും നല്ല കാറ്റ് ദൈവം തരുമ്പം കുറ്റം പറയുന്നത്? AC ഇല്ലാതെ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നല്ലോ. വലിയ മഴയാന്ന് പറയുമ്പോൾ പറയണം, ഞാൻ കാണുന്നില്ല, ഞാൻ കൃഷി ഇറക്കാനുള്ള ഒരു അവസരത്തെ കാണുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളം പൊങ്ങുമെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം, വെള്ളം പൊങ്ങുമെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും കൂടെ ബോട്ടിൽ ഉല്ലാസയാത്ര നടത്തും. ഹല്ലേലൂയ. ഞാനും എൻ്റെ ഭാര്യ ഒന്നിച്ചിരിക്കും, മക്കളെ രണ്ടിനെയും പുറകെ ഇരുത്തും. ആമേൻ. സ്വസ്ത്രം. ഹല്ലേലൂയ. ഒന്നും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല. പുല്ലുണങ്ങും, പൂതിർന്നു പോകും. കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ആ വചനത്താൽ ജനിച്ചവരാ നിങ്ങൾ. ആ വചനത്താൽ ജനിച്ചവരാ നിങ്ങൾ. സ്വീകരിച്ചോ. ജനിച്ചവരാ ഞങ്ങൾ. പറഞ്ഞു, ഞാൻ എന്നേക്കും നിലനിൽക്കുന്ന വചനത്താൽ ജനിച്ചവനാ. ഉറക്കെ പറഞ്ഞു, ഞാൻ എന്നേക്കും നിലനിൽക്കുന്ന ദൈവവചനത്താൽ ജനിച്ചവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഓരോരുത്തരായിട്ടൊന്ന് പ്രഖ്യാപിക്കാമോ? ഈ തൻ്റെ ഇടത്തോടെ ഇതൊന്ന് വിളിച്ചു പറയാമോ? ഈ ധൈര്യത്തോടെ ഇങ്ങോട്ട് വാ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഉറക്കെ അങ്ങോട്ട് പറ. ഇങ്ങോട്ട് കയറി നിൽക്കേ. പോക്കി പിടിക്കാക്കായി. വചനത്താൽ ജനിച്ചവൾ ഞാൻ എന്നേക്കും ഞാൻ നിലനിൽക്കും. ആമേൻ. ദൈവവചനത്താൽ ജനിച്ചവളാണ് ഞാൻ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. ഒന്നും സംഭവിക്കുകയില്ല. ആമേൻ. ഒന്നും സംഭവിക്കുകയില്ല. ഉറക്കെ പറഞ്ഞോ. ദൈവവചനത്താൽ ഞാൻ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. ഇത് തൻ്റെ ഇടത്തിന്റെ വാക്കുകളാണ്. ഇത് പറയുമ്പം സാത്താൻ അറിയേണ്ട കാര്യമേ ഉള്ളൂ. അപ്പം വന്നില്ലേ നിന്റെ മുട്ടിടിക്കുവോടാ. അപ്പോൾ ഒരു ദിവസം കിട്ടിയില്ല നീ താഴെ വീടുപോടാ. ഗാനാപ്പിനെ മുടങ്ങിയ ഈ കർത്താവിനെ നീ തള്ളി പറയുവോടാ.
അന്നേരം മറുപടി പറയണം, ഇത് ഗാനാപ്പീന പരിപാടി അല്ല മോനെ. ഹല്ലേലൂയ. ഇത് കഴിപ്പും കുടിപ്പും അല്ല മോനെ. ഇത് വചനം കൊണ്ട് ജീവിക്കുന്ന ജീവനാണ്. മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കുന്നു. എന്നേക്കും നിലനിൽക്കും. പറഞ്ഞാട്ടെ, എന്നേക്കും നിലനിൽക്കും. നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. 6 മാസമായി അയാൾ പോയിട്ട്. 6 മാസമായി. കരയരുത്, കരയരുത്. ഇങ്ങോട്ട് നോക്ക. നീ എന്ന് പറയുന്ന വീട് ഇടിഞ്ഞു പോകുന്നത് നോക്കി എല്ലാവരും ഇരിക്കുക. ഇത് പലരും ആഘോഷിക്കുന്നുണ്ടാകും. ഇതിന് നടുവിൽ നീ കരയുമ്പോൾ പിശാച് ചിരിക്കും. പക്ഷെ നീ ഇതിന് നടുവിലൊന്ന് ചിരിച്ചേ. നീ ഇതിന് നടുവിലൊന്ന് പുഞ്ചിരിച്ചേ. ഒന്ന് തൻ്റെ ഇടത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞേ, ഞാൻ നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ കണ്ണുനീരും മാറുന്നു. ചേട്ടായിയും കൊണ്ട് ഇവിടെ കർത്താവിനെ ആരാധിക്കാൻ വരുന്നു. ഇവളുടെ ഭർത്താവിനെ കൊണ്ട് ഇവിടെ കർത്താവിനെ ആരാധിക്കാൻ വരുന്നു. ഓ യേശുവേ നന്ദി, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് കരമടിച്ചോ. ഇപ്പോൾ തന്നെ ആ കൃപ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയരെ. ആ കൃപ വ്യാപരിച്ചു. ഓ ഹോട്ടലില് ഇതാ നിന്റെ ചേട്ടായിയെ ഞാൻ കാണുന്നു. ഹോട്ടലില്, ഒരു ഹോട്ടലില് നീട്ടി വീശി ഉണ്ടാക്കുന്ന പൊറോട്ട നടുക്കൂടെ കീറി അത് പാത്രത്തിലാക്കി കൊണ്ട കൊടുക്കുന്ന ജോലി നിന്റെ ചേട്ടായി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ മകനെ ഇപ്പൊ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുക. എത്ര പേരത് വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല. വ്യക്തമായിട്ട് എനിക്ക് ആ മനുഷ്യനെ ഇപ്പൊ കാണാൻ കഴിയുന്നു. ഓ യേശുവിന്റെ ആ വ്യക്തിയെ എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുന്നു. കണ്ണിൻ്റെ സൈഡിൽ മറുക വ്യക്തമായിട്ട് എനിക്ക് ആ വ്യക്തിയെ കാണാൻ കഴിയുന്നു. ഇപ്പോൾ തന്നെ ആ മകനെ കർത്താവിൻ്റെ ശക്തി പോയിട്ട് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ദൈവം, നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വിശ്വസിക്കാൻ കഴിയും. എന്നാ പെട്ടെന്ന് പോയി റൂമൊക്കെ അടിച്ചു വാരിക്കോ, പുള്ളി വരാൻ സമയമായി. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തോ. തന്നെ വ്യാപരിക്കട്ടെ. യേശുവേ ആമേൻ. കരമടിച്ചൊന്ന് ഈശോയ്ക്ക് മഹത്വം കൊടുത്താട്ടെ. അതുകൊണ്ട് ആ നിൽക്കുന്ന ആ ചുരിദാറിട്ട് ആ സഹോദരി ഒന്ന് കൈ ഉയർത്തിക്കാട്ടെ. മകളെ, നിന്നെ യേശു തൊടുന്നത് ഞാൻ കണ്ടു. എൻ്റെ അടുക്കിലേക്ക് ഒന്ന് ഓടി വരാമോ? കർത്താവേ, യേശുനാഥ, വരിക മകളെ. എന്താ പേര്? പ്രശാന്തി. ഞാൻ ഈ പറഞ്ഞ എവിടെയായിരുന്നു അത്? എത്ര വലിപ്പം ഉണ്ടായിരുന്നു? എത്ര നാളായിട്ട് അതുണ്ട്? സമയങ്ങളൊക്കെ വരും. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു, ചില സമയത്ത് മാത്രമേ വരുള്ളൂ. ഇന്നുണ്ടായിരുന്നു? ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു? ഇപ്പൊ അതുണ്ടോന്ന് നോക്കാം. ഇല്ല. കരങ്ങളെ അടിച്ച് യേശുവിനെ ആരാധന. ഈ സ്ഥിതിയിലായിരിക്കുന്ന 3 പേരൂടെ ഇപ്പോൾ തന്നെ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നെഞ്ചിലെ മുഴയുമായിട്ട് വന്നിരിക്കുന്ന ആ 3 പേരൊന്ന് കൈ ഉയർത്താമോ? ആ 3 പേര്. ചേച്ചി ഇങ്ങോട്ട് പോരെ. ചേച്ചി പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ. ഇപ്പോൾ തന്നെ നിങ്ങൾ ആ അത്ഭുതം അങ്ങ് സ്വീകരിച്ചു. വന്നാട്ടെ ഇവിടെ കയറി വന്നാട്ടെ. എന്താ പേര്? ബബിത. ഓ, നീ ഇവിടെ നിൽക്കുമ്പോൾ യേശുവിനോട് പറയുന്നു, ക്യാൻസറിനെ കരിച്ചു കളയുക. ഈ മകൾ ഇവിടെ നിൽക്കുമ്പോൾ യേശുവിനോട് അങ്ങനെ പറയുന്നു, ക്യാൻസറിനെ ഈ ശരീരത്തിൽ നിന്ന് കർത്താവ് കരിച്ചു കളയുകയാണ്. ഇവരാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആരാ കരയുന്നത്? അമ്മയാണോ? അമ്മയാ? ഇവൾക്ക് ക്യാൻസറിന്റെ അസ്വസ്ഥതയുണ്ടോ? ഉണ്ട്. ഓഫ്, എൻ്റെ 5 കീമോ കഴിഞ്ഞു. നാളെ 6ാമത്തേന് പോകാനിരിക്കുകയാണ്.
ആദ്യമായിട്ടാണോ ഇന്നിവിടെ വരുന്നത്? ഞാൻ വരുമ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. ജയ്ഹിന്ദ് ടിവിയിലും കണ്ടിട്ടുണ്ട് ബ്രദറിനെ. ഓ യേശുവേ നാഥ, മകളെ നീ സൗഖ്യമാവുന്നു. പിന്നെ ഈ സമയത്ത് തന്നെ നിന്റെ ബ്രസ്റ്റിൽ നിന്ന് കർത്താവ് എന്തിനെയോ ഇങ്ങനെ എടുത്തു കളയുന്നത് ഞാൻ കാണുന്നു. എനിക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു. ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുകയാണ്. അല്ലേ? അതെ അതെ, ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുക. പക്ഷേ നീ ഇവിടെ വന്നു നിന്നപ്പോൾ തന്നെ യേശു എന്നോട് പറഞ്ഞു, ഞാൻ ഇവളുടെ ബ്രസ്റ്റിൽ നിന്ന് അതിനെ എടുക്കുകയാണ്. ഓ, ഈ മകളുടെ മേലേക്ക് കർത്താവിൻ്റെ ശക്തി അടിക്കുന്നു. ഈശോയുടെ മഹത്വം ഈ ശരീരത്തിൽ അടിക്കുന്നു. നമ്മളെ പിടിച്ചോണം. പരിശുദ്ധാത്മാവേ, യേശുവേ, ഇവളിപ്പോൾ തന്നെ ക്യാൻസർ ഒഴിഞ്ഞവളാകട്ടെ. ഓ, ആ മുഴയ്ക്ക് ഇനി വാഴുവാൻ അധികാരമില്ല. ദേ പോണു, ദേ അഴിഞ്ഞു പോകുന്നു, ദേ അഴിഞ്ഞു പോകുന്നു. ഇറങ്ങിപ്പോ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഓ, അത് അപ്രത്യക്ഷമാവട്ടെ. മകളെ ബബിത, യേശു ഇതിനെ എടുത്തു മാറ്റിയിരിക്കുന്നു. നിന്റെ ശരീരത്തിൽ ഇപ്പോഴാ ക്യാൻസറിൻ്റെ മുഴയില്ല. യേശു അതിനെ എടുത്തു മാറ്റിയിരിക്കുന്നു. നിന്റെ ആയുസ്സിൽ ഇനി അത് തിരിച്ചു വരികയില്ല. നീ പൂർണ്ണമായി അതിൽ നിന്ന് വിമോചിതയായിരിക്കും. ഇഷ്ടപ്പെട്ടെ? ഏതാ? എത്ര നാളായി പോയിട്ട്? 40 വർഷമായി. ആ, കൊള്ളാം. ചെവി വെള്ളം തെറിച്ച് വീണിട്ട് പാട പൊട്ടിപ്പോയി. ഇപ്പൊ തിരിച്ചു വരും. ക്രൂശിലെ രക്തം യേശുവിനെ ആശ്രയിക്കുന്നു. ഞങ്ങളെ കൊണ്ട് ഇത് സൗഖ്യമാക്കാൻ പറ്റില്ല, പക്ഷെ യേശുവിനത് സൗഖ്യമാക്കാതിരിക്കാൻ പറ്റുകയില്ല. യേശുവേ എന്ന് വിളിച്ചോ, ഉറക്കെ വിളിച്ചോ, ഉച്ചത്തിൽ വിളിച്ചോ, വായ് തുറന്ന് വിളിച്ചോ. 40 വർഷമായിട്ടില്ലാത്തത് ഇപ്പൊ തിരിച്ചു വരണേ. ആരാധനയെന്ന് പറഞ്ഞു, ആരാധനയെന്ന് പറഞ്ഞു, യേശുവിന് ആരാധനയെന്ന് പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. 40 വർഷമായിട്ട് പൊട്ടിപ്പോയത് ഇപ്പോൾ തിരികെ വരട്ടെ. ആമേൻ. കഴിഞ്ഞു. മറ്റേ ചെവി അടച്ചോ, കേൾവിയുള്ള അടച്ചു പിടിക്കേ, തിരിഞ്ഞേ. പേരെന്നാ? ബേബി. ബേബി. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഭർത്താവുണ്ട്, മകനുണ്ട്, മകൻ്റെ ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്. ഭർത്താവിന്റെ പേര്? ഗോപി. ഗോപിച്ചേട്ടൻ എന്നാ ജോലി? റബ്ബർ വിട്ടു ആലേപ്പണി. റബ്ബറൊക്കെ ഉണ്ടോ? ഇല്ല, നമ്മുടെ അല്ല, വേറെ. ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട്, നന്നായിട്ട് കേൾക്കാം. 40 വർഷത്തിന് ശേഷം ഇന്നാണ്. അതെ അതെ, 40 വർഷത്തിന് ശേഷം ആ മകളുടെ ചെവി ഇന്നാണ് കേൾക്കുന്നത്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താണ്. എന്നാ പേര്? ആ, ലീല ചേച്ചി. ഓ, യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ലീല ചേച്ചി, കർത്താവ് എനിക്കിത് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സ്പോട്ടില് ഇവിടെ ഞാൻ ഈ തൊട്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ, അത് തന്നെ എക്സാക്ട് സ്പോട്ട്. ഭയങ്കര വേദനയുണ്ട്. ഒരാഴ്ചയായിട്ട് കിടന്നുറങ്ങത്തൊന്നുമില്ല. നാളെ വേണ്ടി എക്സാക്ട്ലി ഇതാ സ്പോട്ട്. അവിടെ ഇരുന്നപ്പോ എന്നെ അത് കാണിച്ചു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വിളിച്ചത്. ഇപ്പൊ തന്നെ ഈ മകളുടെ മേലേക്ക് കർത്താവിന്റെ മഹത്വം അടിക്കാൻ പോവാ. ദൈവവചനത്തിന്റെ ജീവൻ, ആ വേദന ഇപ്പൊ അപ്രത്യക്ഷമാവുകയാണ്. അത് അപ്രത്യക്ഷമാവുക ആ ശരീരത്തിൽ നിന്ന്. വലിയ സൗഖ്യമാണ്. ഓപ്പറേഷൻ ക്യാൻസൽ ആവുക, ഓപ്പറേഷൻ ക്യാൻസൽ ആവുക.
യേശുവിന്റെ നാമത്തിൽ. എവിടെ ഇരുന്നേ? ബാ, ഇപ്പൊ അതവിടെ ഉണ്ടോ നോക്കിക്കേ, അമർത്തിക്കേ, ഇടിച്ചേ ഇടിച്ചേ. ഇല്ല 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 ഇല്ല, ഈ ചങ്ങിൻ്റെ ഒരു വശം എനിക്കില്ലെന്ന് തോന്നിപ്പോവുമായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നെല്ലാം ഭയങ്കരമായിട്ട് രാത്രി ലേറ്റിരിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ വിഷമമായിരുന്നു. ഇപ്പം അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇവിടെ പൊട്ടിപ്പോകുന്ന പോലെ. ഇപ്പൊ ഇല്ല, ഇപ്പം ഇല്ല. ഇപ്പം കരമടിച്ചോന്ന് യേശുവിന് സന്തോഷത്തോടെ ഒന്ന് വിളിച്ചോ, യേശുവിന്റെ നാമം വിളിച്ചോ. സൗഖ്യം. എന്നാ പേര്? സരോജിനി. സരോജിനി. ഇടത്തെ കൈക്കാ അല്ലേ? ആ, എത്ര നാളാ ഇത് വന്നിട്ട്? 6-7 വർഷമായി. ഓ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇതങ്ങ് പൊങ്ങുവാ കേട്ടോ. വിശ്വസിക്കുന്നോ? എന്റെ യേശുവേ, എന്റെ യേശുവേ. അടേ അടേ, ഓ, സ്പർശനം നടക്കുന്നു. സരോജിനി അമ്മ സൗഖ്യമാകുന്നു. 6 വർഷത്തെ ചങ്ങല പൊട്ടുന്നു ഈ കഴിയുന്ന. ഓ, ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ. കഴിഞ്ഞു. ആ കൈ ഉയർത്തിക്കോ. ആ, കരമടിച്ച യേശു. 6 വർഷം 6 വർഷം 6 വർഷം. ആവോ, ഇത്ര അനുഭവിച്ച് കാണും. ഓ, അൾസറും ഉണ്ട്. അൾസറില്ലേ? അൾസറും ഉണ്ട്. കുടൽ പുണ്ണ് സൗഖ്യമാണ്. ഫുൾ ടൈമിൽ വയറ്റിൽ എരിച്ചില്ല. ചോദിക്കേ, ഇല്ലെന്ന് ചോദിക്കേ. എന്നെ ചേച്ചി ഇങ്ങനെ ഇരിക്കുന്ന ചോദിക്കേ. എന്നാ പറഞ്ഞേ? ഉണ്ട്. പിന്നെ ഇല്ലാത്ത കാര്യം പറയൂ. കർത്താവ് സൗഖ്യമാണ്. അതും സൗഖ്യമാണ്. എത്ര വർഷമായിട്ട് അൾസർ ഉണ്ട് ചേച്ചി? ഒരു സാധനം എനിക്ക് കഴിക്കാൻ പാടില്ലായിരുന്നു. വെള്ളം മാത്രം കുടിച്ചായിരുന്നു ഞാൻ ജീവിച്ചോണ്ടിരുന്നത്. എരിവൊന്നും ചെല്ലാൻ പറ്റത്തില്ല. പോക്കയും. യേശുവേ, എന്നെ രക്ഷിച്ച യേശുവേ, ഓപ്പറേഷൻ ടേബിളിൽ എന്നെ രക്ഷിച്ചതാണേ. ഓ, ഇതാ ഈ മകളെ കർത്താവ് സൗഖ്യമാക്കും. എൻ്റെ യേശുവേ, 6 വർഷത്തെ അത് ഒന്ന് ഉയർത്തി കാണട്ടെ, ഞാൻ കാണട്ടെ. ഓ, ഒരു പ്രശ്നവുമില്ല. താത്തിക്ക് കറക്കിക്കേ, ഒന്ന് കറക്കിക്കേ. അരി ആട്ടുന്ന പോലെ കറക്കി. ഒരു പ്രശ്നവുമില്ല. ഇങ്ങോട്ട് നോക്കി, ഒരു പ്രശ്നവുമില്ല. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് സത്യം. ഈ സത്യം നിങ്ങൾ ഇന്ന് കേൾക്കാനിടയായല്ലോ. നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കൊരു കാര്യം ഉറപ്പാണ്. ഇന്ന് ഈ സ്വാതന്ത്ര്യം, ദൈവവചനത്താൽ ജനിച്ച നിങ്ങൾ, വചനത്താൽ ജീവിക്കുന്ന സ്വാതന്ത്ര്യം അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. സ്വീകരിക്കുക. പിതാവേ, ഈ സമയത്ത് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ സകലവും ചെയ്ത യേശുവിനെ വിശ്വസിച്ചപ്പോൾ ഞങ്ങൾ ദൈവവചനത്താൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ഭാവി, ഞങ്ങളുടെ ഭൂതം, ഞങ്ങളുടെ വർത്തമാനം അത് മുഴുവൻ ഇനി വചനമാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. വചനത്തിൽ പറഞ്ഞ മുഴുവൻ ഐശ്വര്യങ്ങളും, മുഴുവൻ നന്മകളും, മുഴുവൻ ഉയർച്ചകളും ഈ നിൻ്റെ മക്കളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വന്നു വീഴട്ടെ. അതിനായിട്ട് ഈ സമയത്ത് തന്നെ ഞാൻ സ്തോത്രം ചെയ്യും. കർത്താവ് ചെയ്ത് കഴിഞ്ഞതാ ക്രൂശിൽ. അതിൻ്റെ ഐശ്വര്യം നിൻ്റെ മക്കൾ അനുഭവിക്കട്ടെ. അതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഉറപ്പോടെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നത്. സാക്ഷ്യങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്. ഓഫീസ് നമ്പറിൽ വിളിച്ചാട്ടെ. സ്തോത്രം.